അഭിനന്ദയാണ്. പറഞ്ഞു. ഞാൻ ഇന്നലെ 6 മണിക്കാ പ്രെയർ വെച്ചത്. ഇന്നലെ നമ്മുടെ മോർണിംഗ് പ്രെയർ 6 മണിക്ക് പ്രെയർ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ജിഷ സിസ്റ്ററിന്റെ പാട്ടാണ് ഈ പെരുകുമേറും വർദ്ധിക്കും എന്നുള്ള. അത് ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഞാൻ അത് നേരം വെളുത്തപ്പോൾ മുതൽ എന്റെ ചെവിയിൽ ഇങ്ങനെ അത് ചുമ്മാ ആരോ പറയുന്നത് പോലെ പെരുകുമേറും വർദ്ധിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. 4 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ഓവർസിയർ ഗ്രേഡ് 3 7 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം. അതും എനിക്ക് അർത്തിങ്കല് വന്നു. ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഒരു 50,000 രൂപ ചിട്ടി അടിച്ചു. അതൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കണ്ട. നമ്മൾ നേരത്തെ ഇറക്കിയിട്ട പൈസയാണ് അത്. അങ്ങനെ ആ പൈസ അടിച്ചു. അതിന്റെ പെരുകുന്നത് അതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച 50,000 രൂപ ചിട്ടി അടിച്ചു. അതും നമ്മളൊന്നും കൊടുക്കണ്ട. അങ്ങനെ കർത്താവ് സമൃദ്ധിയായിട്ട് നടത്തുവാണ്. എന്റെ ആ ജോലിയുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞേ, എനിക്ക് അത് ഒന്നുകൂടെ കേൾക്കട്ടെ. ഈ പെരുകുമേറും പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷയുടെ സ്വരം. അപ്പൊ അതിങ്ങനെ അത് തന്നെ ചെവിയിൽ ജനലിലാ വെച്ചിരുന്നത്. അതെടുത്ത് ഇങ്ങനെ ഓൺ ആക്കിയേം പെരുകുമേറും വർദ്ധിച്ചിടും എന്നുള്ള അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടാണ് ഉണരുന്നത്. അത് ഞാനിപ്പോ നേരം വെളുത്തപ്പോ മുതൽ പെരുകുമേറും വർദ്ധിക്കും എന്നിങ്ങനെ ചെവിയിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പെരുകുമേറും വർദ്ധിക്കും എന്ന് എന്റെ ചെവിയിൽ പറയുവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് 4 മണിയായപ്പോഴത്തേക്ക് എനിക്ക് എന്റെ മെമ്മോ വന്ന്. അതും അർത്തിങ്കലാണ് കിട്ടിയത്. എനിക്ക് ദൂരെ പോകാൻ പറ്റത്തില്ലെന്ന് എന്റെ കർത്താവിനറിയാം. അങ്ങനെ കർത്താവ് ഹല്ലേലൂയ, ആമേൻ. അത്ഭുത സാക്ഷി. എന്റെ സഹോദരങ്ങളെ, ജോലി പെരുകുന്നു. 2 ചിട്ടി 50,000-ന്റെ 2 ചിട്ടി ഇപ്പോ ആയി. തിരിച്ചൊന്നും അടയ്ക്കണ്ട. എന്തായി കേൾക്കുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാം ഇതൊന്ന് ഏറ്റെടുത്ത് വിശ്വസിച്ചേ. സ്തോത്രം. അത്ഭുതം നടക്കുന്നേ. സ്തോത്രം. ഇതിനെ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ സംശയിക്കാം, അല്ലെ? സേതു ബ്രദർ വർക്ക് ചെയ്യുന്നിടത്ത് അവിടുത്തെ ആ പുള്ളിക്കാരത്തി, അല്ലെ സേതു ബ്രദർ? അവിടെ ഒരാളോട് സേതു ബ്രദർ പറഞ്ഞു, എനിക്ക് 50,000 എന്റെ വീട്ടിൽ എന്റെ കാൽക്കൽ കൊണ്ടുവച്ചെന്ന് സേതു ബ്രദർ ഒരാളോട് പറയാ. അന്നേരം പുള്ളിക്കാരത്തി എന്നാ സേതു ബ്രദർ പറഞ്ഞേ? കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ അതെങ്ങനെ സംഭവിക്കും? അതെങ്ങനെ പറ്റും? അതെങ്ങനെ വരും? പിടികിട്ടുന്നുണ്ടോ? കാരണം കൈ വാക്യങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷെ എന്നാലും ഈ 50,000 എങ്ങനെ കാൽക്ക് വരും? ഇത് ലോക മനുഷ്യന് പിടികിട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ വിശ്വസിച്ച് കർത്താവിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഹല്ലേലൂയ, അത്ഭുതകരമായിട്ട്. അതുകൊണ്ട് ഇന്ന് പകലും അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നു. പെരുകേറി വർദ്ധിക്കാനുള്ള സാക്ഷ്യങ്ങൾ. നമ്മുടെ അഭിനന്ദ സൗരിയുടെ സാക്ഷ്യം വേറൊരു ലെവലിലോട്ട് കർത്താവ് മാറ്റി. കർത്താവിന് വെച്ചാൽ അടുത്തൊരു ദിവസം ആ സാക്ഷ്യം ബ്ലോസം പ്രേംസ് കഴിഞ്ഞ ദിവസം കേട്ടു.